കഴിഞ്ഞ 2-3 മാസമായിട്ട് വടക്കേ ഇന്ത്യൻ ഭാഗത്തും വെസ്റ്റേൺ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ക്രൈസ്തവർക്കെതിരെയുള്ള അറ്റാക്ക് ചില സന്ദർഭങ്ങളിൽ അത് എസ്കലേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് കേസുകളും പല ആൾക്കാരെ ജയിലിലടച്ചു. ഇതിനുശേഷം 2 കന്യാസ്ത്രീകളുടെ ഇഷ്യൂ കയറി വരുന്നു. ദുർഗിൽ, ഛത്തീസ്ഗഡില് പലയിടത്തും പള്ളികളും അതേപോലെ തന്നെ പെന്തക്കോസുകാരുടെ പള്ളികളും അറ്റാക്ക് ചെയ്തു. ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് ആയി. അപ്പം അതിനെ തുടർന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്തൊക്കെയാണ് ഉണ്ടായെന്ന്. ദീപാവലിയുമായി ബന്ധപ്പെട്ട് ടെക്സാസിലെ ഹനുമാൻ ടെമ്പിള്, അരിസോണയിലെ ശ്രീരാമകൃഷ്ണ മിഷൻ, കാലിഫോർണിയയിലെ മറ്റുള്ള ടെമ്പിളുകൾ, കൃഷ്ണ ടെമ്പിള്, ഇവിടെയും പ്രശ്നം. അതായത് അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻസ്, അവിടെയുള്ള ഹാർഡ് കോർ കൺസർവേറ്റീവ് ആയിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. നിങ്ങൾക്കറിയാം, ദീപാവലി ഒരു സംഭവത്തിൽ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ സീനിയർ ആയിട്ടുള്ള CEO, ചില സീനിയർ ആയിട്ടുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ഓഫീഷ്യൽസ്, കാഷ് പട്ടേൽ, അങ്ങനെയുള്ള പല ആൾക്കാരെയും വെച്ചിട്ട് ദീപാവലി സെലിബ്രേഷൻ വൈറ്റ് ഹൗസിൽ നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ അവിടെയുള്ള ക്രിസ്ത്യൻ കൺസർവേറ്റീവും റിപ്പബ്ലിക്കൻസ്, ആ റിപ്പബ്ലിക്കൻ എന്നുള്ള വാക്കാണ്, അതായത് അവിടെ ഭരിക്കുന്ന പാർട്ടി, അതിശക്തമായ രീതിയിൽ സൈബർ അറ്റാക്കാണ്. അപ്പം അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ നടന്നതിൻ്റെ റെസ്പോണ്ട് ചെയ്തു അവിടെയുള്ള അമേരിക്കയിലുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള റിപ്പബ്ലിക്കൻസ്. കാരണം ഞാൻ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ടെക്സാസ് ആണെങ്കിലും ആരിസോണയാണെങ്കിലും ഈ പല ഭാഗത്ത് റിപ്പബ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ കൺസർവേറ്റീവ് ക്രിസ്ത്യൻസാണ്. അവിടെയുള്ള അമേരിക്കയിലുള്ള കാത്തലിക് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള കാത്തലിക്കാണ്. അല്ലാതെ അവരുടെ ഒരു ഹെറിറ്റേജ് ഫൗണ്ടേഷൻ വാഷിങ്ടണിൽ, ഇവരെല്ലാം ഹാർഡ് കോർ. ഈ യൂറോപ്പ് പോലെ ഉള്ള സംഭവം അല്ല അവർ. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പേരിലാണ് ഈ പോപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ മീഡിയേറ്റർ, റിഡീമർ എന്ന രീതിയിൽ സെയിൻറ്റ് മേരിയുടെ ഇഷ്യൂസൊക്കെ കയറി വന്നത്. അപ്പോൾ ഞാനിത് ഇന്ത്യയിലോട്ട് ടോപ്പിക്ക് ഇന്ത്യ അമേരിക്ക റിലേഷനിലോട്ട് വരാൻ പോവാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി കാത്തലിക് ബിഷപ്സിനെ, സീനിയറായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പം ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ഗ്ലോബലായിട്ട് ഈ സംഭവം പോയി ഇന്ത്യക്ക് പരമാവധി നാണക്കേടുണ്ടാക്കി. അമേരിക്കയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി, ഏകദേശം 1% ഇന്ത്യക്കാരുണ്ട് അമേരിക്കയിൽ. അവിടെ ഇഷ്ടംപോലെ അമ്പലങ്ങളും ഹിന്ദു വിശ്വാസികളും സായിപ്പന്മാർ ഇഷ്ടംപോലെ ആൾക്കുണ്ട്, യോഗയൊക്കെ പഠിപ്പിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ. അവർക്കും പ്രശ്നമായി. അതായത് അവിടെ ഇന്ത്യ, നിങ്ങൾക്കറിയാം, അത് പിന്നെ കാനഡയിലോട്ടും പോയി. ഇപ്പം മാക്ഡൊണാൾഡിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയെ തെറി വിളിക്കുന്നു, അവളെ ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞ സ്ലോഗൻ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ഷൻ എടുത്തു പെട്ടെന്ന്. കാരണം പിടിച്ചാൽ കിട്ടുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ചെറിയ സംഭവം, ഒരിടത്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ അത് അടി കിട്ടി, പക്ഷെ അവിടെ ആ പ്രശ്നം അതേപോലെ അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഈ ഡിജിറ്റൽ ലോകം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയുടെ കാലം. അപ്പം ഇവിടെ പള്ളികൾ തകർക്കുന്നു, അടിക്കുന്നു, പൊളിക്കുന്നു. വാളെടുത്ത് ജ്യോതി ശർമ്മ വാൾ വീശുന്നു, ഇപ്പോൾ എല്ലാവരെയും കൊല്ലും. ഇതാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞ ആൾക്കാരെ വിരട്ടുന്നു. പിന്നീട് നിങ്ങൾ കണ്ടു അവിടെ മാർമിങ്, അതായത് ദളിത് കമ്മ്യൂണിറ്റി ചർച്ചുകൾക്ക് കാവലിരിക്കാൻ തുടങ്ങി. ഇത് ഗ്ലോബൽ പ്രശ്നമുണ്ടായി. അതിൻ്റെ പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പെട്ടെന്ന് ഈ പറയുന്ന കാത്തലിക് കമ്മ്യൂണിറ്റിയെ വിളിച്ചിട്ട് സംസാരിച്ചത്. അതായത് ഇന്ത്യയിൽ റിലീജിയസ് ഫ്രീഡം ഉണ്ട്, ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയാണ്, ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്, ആ രീതിയിൽ നിങ്ങൾക്ക് പോകാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ഷൻ. എവിടെ പോയി ചോദിച്ചാൽ, എവിടെ പോയി? ഈ പറയുന്ന വലിയ സംഭവങ്ങളൊക്കെ നടത്തി ചർച്ചുകളൊക്കെ പൂട്ടി എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ചില ചർച്ചുകൾക്ക്, പക്ഷെ അത് പല ഭാഗങ്ങളായിട്ട് പലയിടത്തും ഈ സംഭവം നടക്കുന്നു. കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചല്ലേ പോകാൻ പറ്റത്തുള്ളൂ. സുപ്രീം കോർട്ടിൽ ആ കേസും വരാം ആണ്. ഈ സ്റ്റേറ്റുകൾ ഇതേപോലെയുള്ള കേസുകൾ എടുക്കുന്നത്, അവർ സ്റ്റേറ്റ് ഗവൺമെൻറ് മതപരിവർത്തന ബില്ല് പാസ്സാക്കിയതിന് പിന്നെ സുപ്രീം കോടതിയിൽ വരാൻ പോവുകയാണ്. ഏതായാലും
അമേരിക്കയിലും പ്രശ്നം ശാന്തമായി, ഹിന്ദു കമ്മ്യൂണിറ്റിക്കെതിരെ ഇന്ത്യയിലും ആ പ്രശ്നം. അപ്പം എന്തുകൊണ്ടാണ് അമേരിക്കൻ ഹിന്ദു, അതായത് മനസ്സിലാക്കുക, ഇന്ത്യൻ അമേരിക്കൻ ഹിന്ദു ഓർഗനൈസേഷൻ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അവർ ബേസിക്കലി നേരത്തെ ഡെമോക്രാറ്റ്സ് ആയിരുന്നു, അവരിപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡ്യൂ ടു കാരണം ഇന്ത്യയുടെ റൈറ്റ് വിങ് പൊളിറ്റിക്സ്, അമേരിക്കയിലെ ട്രംപിൻ്റെ റൈറ്റ് വിങ് പൊളിറ്റിക്സ്, അതേപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായിട്ടുള്ള വ്യാപാരികൾ ട്രംപിൻ്റെ ക്യാമ്പയിന് പണം കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ ഇന്ത്യയിലുള്ള സംഘപരിവാർ ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ, ഞാനിതാ കൺഫേം ചെയ്ത് അറിഞ്ഞത്, അത് റിഫ്ലക്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയും. പിന്നെ H1B വിസ, നിങ്ങൾ മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്നും മോദിയെ പിന്തുണയ്ക്കുക, സംഘപരിവാറിനെയും പിന്തുണയ്ക്കുന്ന വലിയൊരു ഗ്രൂപ്പ് പെട്ടെന്നങ്ങ് പിന്മാറി ആ ദീപാവലി ഇഷ്യൂനോടുകൂടി. കാരണം ഭയങ്കരമായിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യും. ഇത് ഉണ്ടാക്കി വെച്ചത് ഇന്ത്യയിലുള്ള കുറച്ച് മരമണ്ടന്മാർ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അവിടെ മാത്രം ഇതൊരു ഇഷ്യൂ ആവുകയും ഇതൊരു ഗ്ലോബൽ ന്യൂസായിട്ട് വരികയും അവിടെയുള്ള അമേരിക്കയിലുള്ള അമേരിക്കൻസ് ഇതിനെ ഇതേപോലെ റെസ്പോണ്ട് ചെയ്യുന്ന ഈ പൊട്ടന്മാർ വിചാരിച്ചു. അതായത് അതിൻ്റെ പേരിലാണ് കേന്ദ്ര ഗവൺമെൻറ് BJP ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഭരിക്കുന്നിടത്തും കേസുകൾ ചാർജ് ചെയ്യാം. രാജസ്ഥാനിൽ കേസെടുത്തു, ഛത്തീസ്ഗഡിൽ കേസെടുത്തു, പലയിടത്തും കേസെടുത്തു. കാരണം നോർമലായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസണ് അവൻ എവിടെ പോയി അവന് ഇഷ്ടമുള്ളത് വിശ്വസിക്കുക. അവൻ ഇന്ന് ക്രിസ്ത്യാനി ആയിരിക്കും, അവൻ നാളെ മുസ്ലിം ആകുന്ന, മറ്റന്നാൾ അവന് ഹിന്ദു, അത് അവൻ്റെ വിശ്വാസം. അപ്പം അത് ഫോഴ്സ്ഫുൾ ആക്കിയിട്ട് കള്ളക്കേസ് എടുക്കുന്ന പരിപാടികളും പെട്ടെന്ന് ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. അതേപോലെ തന്നെ ഇവർ അറ്റാക്ക് ഇപ്പോൾ പകൽ സമയത്തും മറ്റുള്ള പണ്ട് ആൾക്കാരെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പകൽ സമയത്തുള്ള ആ പരിപാടികളൊക്കെ അങ്ങ് നിർത്തി. കാരണം തിരിച്ചും മറ്റേ കൂട്ടിനെ അടിക്കാൻ തുടങ്ങി. അതിൻ്റെ കാര്യം ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് പഴയ 10-20 വർഷം മുമ്പുള്ള ഇന്ത്യ അല്ല. അതിൻ്റെ കാര്യം പണ്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് അടി കിട്ടിയിട്ടുണ്ട്. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. പക്ഷെ ഇന്ന് അവർ ഗ്രോ ചെയ്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞതൊക്കെ ഞാൻ ഈ പഞ്ചാബിൽ പോയ സമയത്ത്, അതായത് ജലന്ധറും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ അങ്ങ് തിരിഞ്ഞു. എന്നിട്ട് അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയത്, ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എവിടെ കാത്തലിക്സിൻ്റെ കോൺട്രിബ്യൂഷൻ? വലിയ സീറോയും. കാത്തലിക്സിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അടി കിട്ടുന്നത്, പിഴ കിട്ടുന്നതും ഈ പള്ളികളിൽ അടി കിട്ടുന്നതും കാത്തലിക്സിനെ, മറ്റുള്ളവരെ. കാരണം അവർക്ക് ഈ പരിപാടി പള്ളിയും വലിയ ചർച്ചും സംഭവമൊന്നുമില്ല, അത് വീടുകളിൽ കൂടുതൽ ചെയ്യുന്നു. പോട്ടെ, ഞാൻ തിരിച്ച് ഈ ടോപ്പിക്കിലോട്ട് വരാം. ഇനി നൈജീരിയയുടെ കാര്യം എടുക്കുക. ട്രംപ് കയറി റട്ട് കൊടുത്ത് നൈജീരിയയ്ക്ക്. നിങ്ങൾ കണ്ടോ നൈജീരിയയിൽ പെട്ടെന്ന് ആ ആക്രമണം, അതായത് ഈസ്റ്റേൺ ഭാഗത്ത്, നൈജീരിയൻ ഭാഗത്ത് ആക്രമണം എന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ. ആ ഒരു ഇഷ്യൂ ചില രാജ്യങ്ങളും ഗ്ലോബലായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ചൈനയല്ല, നമ്മൾ ഇറാനല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്. 150 കോടിയോളം ജനങ്ങളുണ്ട്. ഇന്ത്യക്കാർ ഗ്ലോബലായിട്ടുണ്ട്. ഇന്ത്യൻ ബിസിനസ്സുകാർ, അതായത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ബിസിനസ്സുകാർ, ഈ പട്ടേലുമാർ, ഗുജറാത്തികൾ, അമേരിക്ക ശരിക്കും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അവിടെയുള്ള നേറ്റീവുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവരുടെ ബിസിനസ്സിനെ ബാധിക്കും. എന്തുകൊണ്ടാണ് ഗുജറാത്തി ഇൻഡോ അമേരിക്കൻ, അതിൻ്റെ ഏറ്റവും കൂടുതൽ ലീഡേഴ്സ് ഗുജറാത്തികൾ. എന്തുകൊണ്ടാണ് ഗുജറാത്തികൾ അതിശക്തമായ രീതിയിൽ ഇന്ത്യയിലെ പല സംഘപരിവാർ ഗ്രൂപ്പിനോ RSSനോടും പറഞ്ഞ് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവരുടെ ബിസിനസ്സിനെ, അവരുടെ ഫ്യൂച്ചറിനെ, എല്ലാത്തിനെയും ബാധിക്കും. കറക്റ്റായിട്ട് ഇത് ബാധിക്കും. സത്യമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം അതാണ് ദീപാവലിയെ, അതേപോലെ അമ്പലങ്ങൾക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ തിരിച്ചു വരാം സംഭവം. ഇപ്പോൾ ഇന്ത്യയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല സ്റ്റേറ്റിനോട് പറഞ്ഞ് ആക്ഷൻ എടുക്കാൻ. കാരണം പോലീസ് ഭയങ്കരമായിട്ട് ബയസ്ഡ് ആയിരുന്നു. കാരണം പോലീസിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭരിക്കുന്നത് അവർ തന്നെയാണ്. അവരെന്ത് പറയുന്നു ചെയ്യണം. അവരടിക്കാൻ പറയുന്നു, ഇടിക്കാൻ പറയുന്നു, എന്നിട്ട് ഓരോ ആൾക്കാരെയും കള്ളക്കേസിൽ കൊണ്ട് അകത്തിടുന്നു. അവർ ജാമ്യം എടുത്ത് പുറത്തിറങ്ങുന്നു. കാരണം ജാമ്യം പോലും നിൽക്കുന്നതാണ് അവർക്ക് വേണ്ടി കോടതിയിൽ പോലും അപ്പിയർ ചെയ്യാൻ ലോയേഴ്സ് ഇല്ലായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. പല ആൾക്കാർ പെട്ടെന്ന്
ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റി, ആദിവാസി കമ്മ്യൂണിറ്റിക്കകത്തും അവർക്കെതിരെ ഭയങ്കര യൂണിറ്റിയുണ്ട്. അതാണ് അടുത്ത ഇതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ഭയങ്കര യൂണിറ്റി ഉണ്ടായി. ആ യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ RSSനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തിയത്. അതിൻ്റെ പേരിൽ തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഡൽഹിയിലോട്ടൊരു മാർച്ച് നടത്തിയാണ്, ഹിന്ദു യൂണിറ്റി മാർച്ച്. എല്ലാ ആൾക്കാരെ ഉൾക്കൊള്ളണം. ഇതിനെല്ലാം തുടക്കം നോക്കുമോ, എവിടെ വെച്ചാണ് ഈ തുടങ്ങിയേക്കുന്നത്? പെട്ടെന്ന് ഈ സംഘപരിവാർ ഗ്രൂപ്പ് ഇങ്ങനൊരു മാർച്ച് നടത്തേണ്ട ആവശ്യം എന്തുവാ? ഇന്ത്യയിലെ ഹിന്ദു യൂണിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് നടത്തേണ്ട കാര്യം എന്താ? ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സും ആദിവാസികൾ അവർക്ക് സംശയം തോന്നാൻ തുടങ്ങി. കാരണം അവരുടെ ഡെവലപ്മെൻറ്റും അവരുടെ ഗ്രോത്തും ഈ പറയുന്ന ഒരു വിഭാഗം അപ്പർ കാസ്റ്റിന് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ തകർക്കാനോ അടിക്കാനോ പ്രശ്നം ഉണ്ടാകുന്നത്. ആ രീതിയിലോട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഹിന്ദു യൂണിറ്റി മാർച്ചിലോട്ട് വന്നത്. അതായത് ആദ്യം ഇത് വന്നു, ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയി. ആ സമയത്ത് ഇന്ത്യ അമേരിക്ക ടാരിഫ്, ഇന്ത്യ അമേരിക്ക യൂണിറ്റി ടാരിഫ്, റഷ്യൻ ക്രൂഡിൻ്റെ പ്രശ്നം, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് വലിയ ഡാമേജ് ഉണ്ടായി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്ലോബൽ ഒരു ലീഡറാണ്. അപ്പം ആ രാജ്യത്താണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഇതാണ് സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത്. പിന്നീട് അമേരിക്കൻ ജനതയെ, അതായത് അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയും അതിനെ റിട്ടാലിയേറ്ററി ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തിയ ശ്രമങ്ങളാണ്. കാത്തലിക് ബിഷപ്പിനെ വിളിക്കുന്നു, അവരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നു. അമേരിക്കയിലും പ്രത്യേകം ഇതിൻ്റെ പേരിലങ്ങ് ശാന്തം. ഇതാണ് ഉണ്ടായത്. ഇത് എല്ലാവർക്കും ഒരു നിറയിപ്പ് തന്നെ. അതായത് നിങ്ങളൊരു പ്രദേശത്ത് ഒരു പ്രത്യേക വിഭാഗത്തിനെ ഈ കള്ളക്കേസിലും ഇതേപോലെ ഇടിച്ച് നിരത്തി നശിപ്പിക്കുക എന്നൊക്കെ പണ്ട് നടക്കുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും നശിപ്പിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ ഇന്നത്തെ ലോകത്ത് അത് വലിയ പാടാണ്. ഇൻക്ലൂഡിങ് ചൈനയിൽ പോലും വലിയ പാടാണ്. അതായത് ചൈനയിൽ കഴിഞ്ഞ ഇടയ്ക്ക് 10-40ഓളം പാസ്റ്റർമാരെയൊക്കെ അത് വലിയ ഗ്ലോബൽ ഇഷ്യൂ ആയി മാറി. അത് ഇഷ്യൂ ആയിട്ട് മാറിയിട്ട് ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ, അമേരിക്കൻ പ്രസിഡന്റ്, അവരുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇവിടെ ഏറ്റവും വലിയ ഭാഗം ഇന്ത്യക്കെതിരെ അമേരിക്ക ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കത്തില്ല. കാരണം ഇന്ത്യയോട് സംസാരിച്ച് തീർക്കാം. അതേപോലെ അമേരിക്കയുടെ പുതിയ എൻവോയി ആയിട്ട് സെർജിയോ ഗോർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോഴും പറഞ്ഞത് തന്നെയാണ്, എങ്ങനെയൊക്കെയാണ് അമേരിക്കക്കെതിരെ ഇന്ത്യയിലെ പബ്ലിക്കിനിടയ്ക്കുള്ള പ്രശ്നം, അതേപോലെ തന്നെ അമേരിക്കയിലുള്ള ജനങ്ങൾക്കും ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഇന്ത്യക്കെതിരെ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന ക്രൈസ്തവ മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇഷ്യൂ. ഇതിനൊരു പരിഹാരം വേണം. ഉറപ്പായിട്ടും ഇതും സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിലാണ് ഇന്ത്യയിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു മണിപ്പൂർ ഇനി ആവർത്തിക്കേണ്ട എന്ന പേരിൽ നടപടിയെടുക്കുകയും, കാരണം ജനാധിപത്യ രീതിയിൽ ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം അവൻ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കാനും ഉണ്ടായേക്കാം. അതായത് പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു ഗ്ലോബൽ ഇഷ്യൂ, അതായത് ചെറിയൊരു ഇഷ്യൂ, പള്ളി അടപ്പിച്ചാലും ആൾക്കാരെ ഉപദ്രവിച്ചാലും പിടിച്ച് കള്ളക്കേസ് അകത്തിട്ടാലും അതൊരു ഗ്ലോബൽ ഇഷ്യൂ തന്നെയാണ്. അതാണ് കഴിഞ്ഞ സമയത്ത് ഇന്ത്യയിലും അമേരിക്കയിലും ഉണ്ടായത്. അതിൻ്റെ റിട്ടാലിയേഷൻ തിരിച്ചടി ഉണ്ടായി. ഇന്ത്യൻ ഹിന്ദുക്കളെ ഇന്ത്യൻ ആരാധനാലയങ്ങൾ, അതായത് ഹൈന്ദവ ആരാധനാലയങ്ങളും ദീപാവലിക്കെതിരെയും അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കെതിരെയും പ്രശ്നമുണ്ടായതിൻ്റെ കാര്യം ഇന്ത്യയിലും നടക്കുന്ന ഇഷ്യൂ ആണ്. അതാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തപ്പം അതിനെ എങ്ങനെ തടയണം എന്നതിനെ പറ്റിയാണ് ഇന്ത്യ ഗവൺമെൻറ് ചിന്തിക്കുകയും പിന്നീട് നടപടിയിലോട്ട് പോവുകയും ഇപ്പോൾ ഏകദേശം ശാന്തമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്.